ഒരു പ്രതിരോധമില്ല ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു. ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല. അതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന SIT അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം, ആവശ്യമായ അന്വേഷണം നടത്താം, ആവശ്യമായ നിലപാട് സ്വീകരിക്കാം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം. അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റില്ല, ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല, ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല. ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല. പാർട്ടിക്ക് തോന്നുന്നു ഞങ്ങള് ശുദ്ധമായ അതൊക്കെ വരട്ടേന്ന്. അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്? എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക? നിങ്ങൾക്ക് പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ പ്രോസസ് നടക്കുക. നിങ്ങൾ എന്തിനാണ് വെപ്രാളപ്പെടുന്നത്? പകുതി വന്നിട്ട് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം നല്ലോണം പോകട്ടെ പോരെ? അല്ല, അത് കോടതിയല്ലേ പറയേണ്ടത്? കോടതിയുടെ മുമ്പിൽ വരട്ടെ, വന്നിട്ടാകുമ്പോൾ നമുക്ക് പറയാം. വരും. ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ. എന്നാലും ഒരു പാർട്ടിയുടെ സജീവ ആളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ആയിക്കോട്ടെ, ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ. അപ്പോൾ ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തു, അപ്പോ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. അതെ, ഞാൻ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷവും പറഞ്ഞു, പറഞ്ഞതിന് മുമ്പും പറഞ്ഞു, ഒരാളെയും പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കെന്താ? ഞങ്ങൾക്കില്ലാതെ വിഷമം നിങ്ങൾക്കെന്തിനാ? അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പൂർത്തിയാവുമല്ലോ? ആവോ? അത് ഏത് നിയമത്തിനനുസരിച്ച് അങ്ങനെയാവുക? നിങ്ങൾക്ക് വല്ല നിയമമുണ്ടോ അങ്ങനെ? ഒരാളെ അറസ്റ്റ് ചെയ്ത് ഉടനെ കുറ്റവാളിയാണെന്ന് തീരുമാനിക്കല. അറസ്റ്റ് ചെയ്താൽ എന്റെ അർത്ഥം എന്താ അറിയോ? അല്ല, അറസ്റ്റ് ചെയ്താൽ എന്താ അതിന്റെ അർത്ഥം? അത് പറ. ഇവർക്ക് ആയിട്ടില്ലാന്ന് നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നില്ല. നല്ലേ ചോദിച്ച സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് ഒരാളെ പ്രതിയാക്കി. ആ പ്രതിയാക്കിയാൽ എന്താ അതിന്റെ അർത്ഥം? കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ. അങ്ങനത്തെ പറഞ്ഞു കേട്ടില്ലേ? കുറ്റാരോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ. കുറ്റം തെളിയിക്കണം. തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, ആരെ വേണമെങ്കിലും കേസിന്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കാൻ നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരിക. ആ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. അല്ല, പ്രതിപക്ഷം വരെ നോക്കണം. പ്രതിപക്ഷം എപ്പോഴെങ്കിലും വല്ല ക്രിയേറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? എല്ലാം വിരുദ്ധമായ നിലപാട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. BJP പറയുന്നതും കോൺഗ്രസ് പറയുന്നതും എല്ലാം എന്താ പറഞ്ഞാൽ എല്ലാ വികസനത്തിനെതിരാണ്. വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒറ്റ പ്രതിപക്ഷമേ ഉള്ളൂ. അത് ഇവിടുത്തെ കോൺഗ്രസും BJP-യാണ്. വേറെ ലോകത്ത് ഒരു പ്രതിപക്ഷവും ഇന്നേ വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആര് പിടിച്ചാലും ഒരാളെയും സംരക്ഷിക്കില്ല. സർക്കാരിന്റെ നയമാണ്, പാർട്ടിയുടെ നയം അതാണ്. പോരെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.